ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടാ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ബസ് നമ്മ ഇന്ന് പോകുന്നു പറയുന്നുണ്ട്. പോയിട്ട് വരാ കുറച്ച് ദിവസം നിന്നിട്ട്. അതെ ഞാനും പോകുന്നു, ഞാൻ പണിക്കും പോകുന്നു. അതെ ലോഗൂസും അമ്മേന്റെ പരം പോകുന്നുണ്ട് കേട്ടാ. 2 ദിവസം നിക്കാൻ പിടിച്ച് വെക്കേഷൻ ആയിട്ട് അങ്ങോട്ട് അമ്മയുടെ ആയോണ്ട് അല്ലെങ്കിൽ പിന്നെ വെക്കേഷന് അവിടെ പോയി അമ്മമ്മയുടെ അടുത്ത് നിൽക്കലെല്ലാം ഉണ്ട്. അപ്പോൾ അമ്മയുടെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ അനിയന്റെ മക്കളെല്ലാം ഉണ്ട്. അവരെപ്പുറം കളിക്കാൻ വേണ്ടിയിട്ട് ഓന് ഭയങ്കരമായിട്ട് കൊതിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ഇന്ന് പോകുമ്പോൾ ഓനും പോകുന്നുണ്ട്. ഓൻ പോയിട്ട് 2 ദിവസം നിന്നാണ് വരും. ട്യൂഷനെല്ലാം പോകുന്നതല്ലേ, അപ്പൊ ലീവാക്കാൻ കഴിയില്ല. അമ്മ ഒരാഴ്ച കഴിഞ്ഞാൽ വരില്ല അമ്മ. അതെ അപ്പൊ പോകുമ്പോ എല്ലാരും ഒന്നിച്ച് കൊണ്ടാക്കാൻ പോവാന്നെല്ലാം വിചാരിച്ചായിരുന്നു. പക്ഷെ അമ്മക്ക് ഇത് പണിയുണ്ട് കേട്ടാ. പണിക്ക് പോകണം. അപ്പൊ അമ്മ നിങ്ങ വരുന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചാവടി കഴിച്ചിട്ട് അലോകിനെ രാവിലെ പറഞ്ഞയച്ചിന് അമ്മമ്മേനെ വിളിക്കാൻ വേണ്ടിട്ട്. ഇതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഇന്നലത്തെ മസാലക്കറിയെല്ലാം ഉണ്ട്. അതുപോലെ അമ്മ പോണ്ട തിരക്കിന് വീട്ടിൽ നിന്ന് തന്നെ ചായ കുടിച്ചു കൂട്ടാ. എന്ന് വല്ല തിരക്കിന് പുട്ടുപഴം എല്ലാം സെറ്റാക്കിട്ട് നമ്മ കാത്തിക്കുന്നു. അപ്പൊ അമ്മ ചായലും കുടിച്ചിട്ട് ഒരു ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും അപ്പൊ അതെ അമ്മക്ക് പണിക്ക് പോയപ്പോ തന്നെ സമയമായി. അപ്പൊ ഇന്ന് അമ്മ പോകുന്ന കുറച്ച് വിശേഷങ്ങളിലായിട്ടില്ലേ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബസ്സിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പുണർപ്പം നിന്നിട്ടാകുമ്പോ ഇങ്ങോട്ട് വായിട്ടാ പുണർപ്പ് കുറച്ചായി കുറച്ചായി. എന്നാ പിന്നെ ചായ കുടിക്ക് പോവാന്നല്ലേ. അപ്പൊ നമ്മ ചായ കുടിക്കലായി കേട്ടാ. അതിക്കൂട്ടൻ രാവിലെ ട്യൂഷന് പോയി. ഓന് രാവിലെ 8 മണിക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പൊ ഇവിടുന്ന് 7:30 ബസ്സിന് അവൻ പോയിട്ടാ. ഓനെ ഇനിയിപ്പം 12:30 ആകുമ്പേ വരുള്ളൂ. അതിനെ കാത്തിക്കുന്നുണ്ട് അമ്മ. അത് അതിനെപ്പോട്ടെ പോവാ. വൈകുന്നേരം ആകുമ്പോ ഇടിയും മഴയെല്ലാം ഉണ്ടാവുന്നോണ്ട് അമ്മ രാവിലെ പോകുന്നെന്ന് പറഞ്ഞു. രാവിലെ വേഗം പോകുന്നുണ്ടാ? ഉച്ചക്ക് മുന്നേ പോകുന്നുണ്ടാ? അപ്പൊ എന്നാ പിന്നെ നമുക്ക് ചായ കുടിക്കാം. രാവിലെ ചായയെല്ലാം കുടിച്ചിട്ടാണ് ട്യൂഷന് പോയത്. ലോകു എടുത്തോ, ചപ്പാത്തി എടുത്തോ, കറി എടുത്തോ. അപ്പൊ ഗ്രീൻ പീസ് കറിയാണ് കേട്ടാ ഇന്ന് ഉണ്ടാക്കിന്. ഗ്രീൻ പീസ് കറി വെച്ചാൽ നമ്മ മുന്നേ കടലേന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ റെസിപ്പി തന്നെയാണ് കേട്ടാ. അങ്ങനെ തന്നെയാണ് ഗ്രീൻ പീസ് കറി ആക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് ആകുമ്പം പിന്നെ കടല ആകുമ്പം നമ്മ അതൊന്ന് അരക്കും. ആ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് അമ്മ കടല അരക്കയില്ലേ. ഗ്രീൻ പീസിന് അതിന്റെ ആവശ്യമില്ല. ഗ്രീൻ പീസ് വേഗം വെന്ത് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പൊ അതുപോലെ വെള്ളക്കടലക്ക് അങ്ങനെ അരക്കേണ്ട ആവശ്യമില്ല. വെള്ളക്കടല ഞാൻ ചിലപ്പോ അരക്കലുണ്ട്. പക്ഷെ ഗ്രീൻ പീസ് അരച്ചു കഴിഞ്ഞാല് അതിന്റെ ചൂളി മാത്രം ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഗ്രീൻ പീസ് അങ്ങനെ അരക്കയില്ല. ഗ്രീൻ പീസ് അതാ കടലേന്റെ അതേ റെസിപ്പിയിൽ ഗ്രീൻ പീസ് ഇങ്ങനെ ആക്കിനി. അപ്പൊ ടേസ്റ്റ് നോക്കൂ. ഞാൻ ഇരിക്കാമ. അപ്പൊ ഇന്നത്തെ മസാലക്കറി കുറച്ചുണ്ട് കേട്ടോ. അതിക്ക് രാവിലെ പോകുമ്പോ മസാലക്കറിയാ കൊടുത്തിന്. അപ്പം ഗ്രീൻ പീസ് ആയിട്ടുണ്ടായിട്ടാ രാവിലെ. ഇഷ്ടായിന? അപ്പോ നമ്മളെ മാങ്ങ എല്ലാം പഴുത്തിട്ട് ഇടക്കിടക്കെ വീഴാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വീണിട്ടുണ്ട് മാങ്ങ. നമുക്ക് മാങ്ങയെല്ലാം ഒന്ന് പറക്കിയെടുക്കാം. അപ്പോൾ അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. ആടെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യുക. ആടെ ഗോമാങ്ങ ഇപ്രാവശ്യം അങ്ങനെ പിടിച്ചിട്ടാ. വടക്ക മാങ്ങയാണ് കൂടുതലില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറക്കാൻ ലോകൂ. ഇന്ന് കുറേ വീണിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വീഴില്ല, അത്രയും ഉണ്ടാവില്ല. ഐശ്വര്യമായിട്ട് ഒന്ന് കിട്ടി. നിനക്ക് അവിടെ പോയിട്ട് അനിയത്തിമാരത്തെ മുറിച്ച് തിന്നൂടെ? ഞാനും പോകുന്നുണ്ടല്ലോ അമ്മ. പിന്നെ നിങ്ങളെ വിട്ടിട്ട് 2 ദിവസം പോയി രാത്രി കരിയോ അമ്മേനെ കാണണം പറഞ്ഞിട്ട്. അതിയെല്ലാം മുമ്പ് പോയാലില്ലേ അവിടെ നിക്കാൻ പോയാല് രാത്രിയാവുമ്പോ വിളിക്കും. അമ്മേടെ ഫോട്ടോ അയച്ചാ അന്നേരം നമ്മളെ ആൽബെല്ലാം ആടെയുണ്ടായി. അന്നേരം ആൽബം എടുത്ത് നോക്കിയിട്ട് അതും കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കും. വെച്ചാൽ അമ്മ ഉണ്ടാവും രാത്രി വിളിക്കുന്നു. ഇവൻ അമ്മേനെ ചോദിച്ചോണ്ടിരിക്കുന്നു ഫോട്ടോ അയച്ചാ പറയുന്നുണ്ട് എന്നല്ല പറഞ്ഞിട്ട്. അതങ്ങനെ അതി ഉണ്ടായി. 5ാം ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായി അമ്മ. അതി
ആദ്യക്ക് ഭയങ്കര ഇതാണ് കാണാണ്ടിരിക്കാനാവില്ല. എനിക്ക് പിന്നെ അത്ര ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എത്ര കിട്ടുന്നമ്മ? അപ്പൊ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ കൂടെ ഫുള്ളായി. നല്ല മാങ്ങയാണ് കേട്ടാ. നല്ലോണം ഇറച്ചിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല. അപ്പൊ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കൂടെ പോവാ. ഓയ് അമ്മ റെഡിയായി കേട്ടാ. അമ്മയും റെഡിയായി, ലോകും റെഡിയായി. ഞാൻ മാത്രമേ റെഡിയാവാനില്ലു. ഭക്ഷണമേ ചുന്ദരി. അത് ടൂറിൽ പോകുമ്പോക്ക് എൻ്റെ മരുമോള് എനിക്ക് ഇത് വാങ്ങി തന്നിനി. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കട്ടുന്നു. അതെ, അമ്മക്ക് രണ്ടമ്മമാർക്കും ഒരേപോലത്തെ വാങ്ങിയതാണ് കേട്ടാ. അതായത് ശംഖിന്റെ, ഇത് ശംഖിന്റെ അല്ല അമ്മ, ശംഖിന്റെ ക്ലിപ്പ്. അപ്പൊ അമ്മ ഇന്ന് ആദ്യമായിട്ട് ഇടുന്ന അത്രേ. അമ്മ പിന്നെ പുറത്തങ്ങനെ പോവാത്തോണ്ട് ഇന്നാണ് ഇടാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയതല്ല അമ്മ. അപ്പൊ മുടിയെല്ലാം കെട്ടി സുന്ദരിയായിട്ട് വാ. അപ്പോൾ നമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി മൂന്നാളും. അപ്പം പോയിട്ട് വരാം. ലോഗോസ് ഇന്നലെ ബാഗെല്ലാം പാക്ക് ചെയ്തിന് ഇടാ പോകാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ അവിടെ എത്തിയിട്ട് അമ്മേനും കാണാമല്ലോ. അമ്മ വണ്ടി വന്നു. അപ്പൊ നമ്മ എടാട്ട് വീട്ടിലെത്തി അല്ലേ? കൊറേ ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോ അമ്മക്ക് എന്താ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ പറയുന്നത് മൊത്തം മാറിയിടാൻ. ഓലയെല്ലാം കൊറേ ഉണ്ടമ്മ കത്തിക്കാൻ വേണ്ടിട്ട്. അത് നമ്മളെ തെങ്ങൊന്ന് പൊട്ടി വീണി, അതുകൊണ്ടാണ്. ലോകോട്ടനും ഉണ്ട് നിങ്ങളപ്പറ ഇനി കളിക്കാൻ വേണ്ടിട്ടാ. 2 ദിവസം പിന്നെ അന്നെന്ത് വിശേഷം? മാല തല്ല പിന്നുന്ന മാല താനു എന്ത് മിണ്ടാത്തേ? അമ്മമ്മ ഒന്നിച്ച് സന്തോഷായ? ഇയാള് ഒരേ വിളിയാന്ന് കേട്ടാ അമ്മമ്മേനെ കാണാൻ വേണ്ടീട്ട്. തനൂട്ടി. അപ്പൊ അമ്മ ഓട്ടോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോട്ടാ. എന്നുണ്ട് വരുന്നാ വില്ലമ്മേനപ്പനം? എന്നു അപ്പൊ അമ്മക്കയുടെ അനിയനും എന്റെ ഭാര്യയും മക്കളെല്ലാം ഉണ്ട് കേട്ടാ. ലോകൂട്ടാ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നില്ല. ഇപ്പം വരുന്ന എന്റെ പരം നമുക്ക് പോവാലോ. വന്നോടാ വാ, ഓട്ടോടെ കാത്തുക്കുന്നുണ്ട്. അപ്പൊ ഇതാ 2 അനിയത്തിമാരെ കളിക്കാൻ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടാ ലോകൂട്ടെ. ആടെ പിന്നെ ആരും കളിക്കാനില്ലല്ലോ അവന്. അമ്മ അലോകേട്ടനെ ഞാൻ തിങ്കളാഴ്ച കൂട്ടാൻ വരും. എന്നിട്ട് 2 അങ്ങോട്ട് വന്നോ കേട്ടാ. കുറച്ച് ദിവസം അടുക്ക. അപ്പൊ ഞാൻ പോട്ടമ്മ, ഇനി യാത്രയില്ല. ഷൈനി പോന്നേ. അപ്പൊ അമ്മേനെയും ലോകുവിനെയും ഇടാട്ടായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് പാറമ്മ നമ്മളെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിനി. അപ്പൊ അമ്മേനോട് റെഡിയായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മമ്മയുടെ കാത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അമ്മമ്മേനെ ഒന്ന് കൂട്ടണം അവിടുന്ന്. അപ്പോൾ നേരെ പോയിട്ട് അമ്മമ്മേടെ വീട്ടിൽ പോയിട്ട് അമ്മമ്മേനെയും കൂട്ടിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം കേട്ടാ. അപ്പൊ ഞാൻ വരുമ്പോഴത്തേനും സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയിക്കുന്നുണ്ട് കേട്ടാ. പാറൂസ് പോവാ നടക്ക്.
നല്ല ഉണ്ടാക്കണേ ആ രാവിലെ കൊണ്ടാക്കും എൻ്റെ അമ്മ. പോവാ. അപ്പൊ നമ്മ വീട്ടിലെത്തുമ്പോഴത്തേനും ലേഗൂസ് പണിക്ക് പോയിട്ട് വന്നു. അമ്മ പണിക്ക് പോയിട്ട് വന്ന് ഉച്ചവരെ പണിയുണ്ടായിട്ട് വേഗം തട്ട് വറക്കാനാണ് കഴിഞ്ഞു. അതെ. അപ്പം വരുമ്പാടെല്ലാം വളപ്പിലെല്ലാം നിറച്ചുണ്ട് വട്ടക്കുറുന്തോട്ടി. ആ നല്ല വട്ടക്കുറുന്തോട്ടി ഏത് വട്ടക്കുറുന്തോട്ടി ഇതെന്തിന് തനക്ക് താളി നല്ല തണുപ്പിന്. ഇപ്പൊ കുറച്ച് വരച്ചിട്ട് ഇത് താളിയാക്കിയിട്ടുണ്ട്. താളി ആക്കി വെച്ചല്ലേ എനക്കെടാണ്. കുറച്ച് എനിക്കും കൊടുക്കരച്ച് കുറച്ച് അധികം ഞാനും കൂടെ പൊരിച്ചാ കിട്ടുന്നില്ല. ഞാനും അതിനും കൂടെ വലിച്ച് പൂട്ടിച്ചിട്ട് കൊറേ ഇങ്ങനെ ചിക്കി കിട്ടീനി. കൊറേ ഒന്നും തന്നെ വേറോടുണ്ടായി. എന്നിട്ട് നിങ്ങ ഇപ്പൊ എന്തിനു ഇത് താളിയാക്കി കുളിക്കലായാ? പിന്നെ ഇപ്പൊ അപ്പല്ലാക്കണ്ടേ? അതെ. ഇന്ന് നമുക്കൊരു ഓർഡർ ഉണ്ട് നെയ്യപ്പത്തിന്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ പരിപാടി ഉണ്ട്. അതിന് നെയ്യപ്പം കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോ പാറൂസിനെയും കൂട്ടി വെറുതെ അവിടെ ഒറ്റക്കണ്ടേ കൊറേ ദിവസം ബിസിയാന്ന് ഭയങ്കരായിട്ടുണ്ടായിരിക്കും. കടലോ അമ്പലങ്ങളിലും എല്ലാം പോയിട്ട് നമ്മുടെ അടുത്തിപ്പോ നിക്കാൻ വരലേ ഇല്ല. 2 ദിവസമായി പോയിട്ട്. അപ്പൊ ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിക്കാൻ നല്ല വിശപ്പ് വന്നിട്ടുണ്ട്. കുളിക്കട്ടെ. അമ്മമ്മക്ക് മാങ്ങപ്പരക്കെല്ലാം ഞാനിപ്പോ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. വന്നിട്ട് അതെല്ലാം കൂട്ടി ഉണക്കെല്ലാക്കി ചക്കയുണ്ട് എല്ലാം ആക്കിയിട്ട് കഞ്ഞി കൊടുക്കും. ഞാൻ കുളിക്കട്ടെ കേട്ടാ. അരിക്കുട്ടാ അമ്മമ്മ പോയല്ലേ? അപ്പൊ നിന്നോട് ഇന്നലെ പറഞ്ഞിട്ടേ ഇന്ന് പോകുന്നുണ്ട്. ആലോകും പോയി. ആലോക് ഇനി തിങ്കളാഴ്ച വരും. അമ്മമ്മ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞിനി. അത് ട്യൂഷന് പോയിട്ടാണ്ടായിട്ടാ. ചോറിക്കാ വന്നിട്ട് ചപ്പാത്തി എന്തിനാ കഞ്ഞി കുടിക്കുന്നു. ഉണക്ക് കൂട്ടിട്ട് ഉണക്ക് ചക്ക മാങ്ങപ്പരക്ക്. അതെ. ഉണക്കും ചക്കയും മാങ്ങപ്പരക്കും. നല്ല ചക്ക മുളയിച്ചുണ്ട്. ചക്ക ഇങ്ങനെ വെച്ചതാണ്. പിന്നെ അതാ നമ്മളെ മാങ്ങ പഴുത്ത മാങ്ങ പെരക്കുണ്ട്. നല്ല ഉണക്ക് വറുത്തതും ഉണ്ട് കേട്ടാ. അയില ഉണക്കാന്ന് വറുത്തിട്ടില്ലേ? തലയിലെടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മമ്മ വിശക്കെന്ന് പറഞ്ഞോണ്ട് വന്നാട് ചോറ് കഴിച്ചു കേട്ടാ. നമ്മളെ കാത്തുനിന്നിട്ടാ പാറും. അപ്പൊ നമ്മ ചോറ് കഴിച്ചിട്ട് വരെ. ഇനി ഇപ്പൊ ചോറ് കഴിച്ചാട് നമുക്ക് ഇത് ആ പലഹാരം ഉണ്ടാക്കാനുണ്ട്. നെയ്യപ്പത്തിന്റെ തേങ്ങാക്കൊത്താണ് അമ്മമ്മ മുറിക്കുന്നത്. അമ്മമ്മ ഇടുന്ന തേങ്ങാക്കൊത്ത് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അമ്മ വന്നാട് വൈകില്ല അരിയെല്ലാം അരച്ചു വെച്ചു. അപ്പോൾ നമ്മളെ വസന്തമ്മ ഇന്ന് പോയി. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.